അതായത് ഈ ദുരന്തമുണ്ടാകുമ്പോൾ ദുരന്തത്തിന് സഹായം, ദുരന്തത്തിൻ്റെ നിവാരണമുണ്ടാകുക, ദുരന്തത്തിന് ഇരയായിട്ടുള്ള ആളുകളെ സഹായിക്കുക, അതായിരിക്കണം പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം, പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം. അത് കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയാലേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കുന്നതിന് പകരം 685 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വന്നു. ആ വന്ന പൈസ ചെലവാക്കാത്തത് എന്താ, തുടങ്ങാത്തത് എന്താ? മിനിമം 1000-ലധികം വീടുകൾ പണിത് കൊടുക്കാമെന്ന് സന്നദ്ധ സംഘടനകൾ വാഗ്ദാനം ചെയ്തു. അവരുമായിട്ടൊരു ചർച്ച നടത്തിക്കൂടെ? ഈ കേന്ദ്രത്തിൽ നിന്നുള്ളത് കിട്ടുന്നതിന് മുൻപ് ഞങ്ങൾ ഒരൊറ്റ കാര്യവും ചെയ്യില്ല എന്നുള്ള വാശി എന്തിനാ പിടിക്കുന്നത്? ദുരന്തത്തിനിരയായിട്ടുള്ള ആളുകളെ സഹായിക്കണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമെങ്കിൽ ഈ 3 രീതികൾ, കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടുന്നതുവരെ എൻ്റെ കയ്യിലുള്ള പോക്കറ്റിലുള്ള പൈസ ഒറ്റ പൈസ ഞാൻ ചിലവാക്കില്ല. നിങ്ങൾ തന്നാലേ ഞാൻ ചിലവാക്കുള്ളൂ. എന്നിട്ട് എൻ്റെ പോക്കറ്റിലെ പൈസ അതേപടി വെക്കുക. 13-ാം തീയതി നിവേദനം കൊടുത്തത് 13-ാം തീയതിയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നിവേദനം കൊടുത്തത് നവംബർ 13-ാം തീയതി. എന്തുകൊണ്ട് ഈ നിവേദനം കൊടുക്കാൻ 4 മാസം എടുത്തു? അത് തന്നെയാണെന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ ഇനീഷ്യേറ്റീവ് ആണല്ലോ കൊടുത്ത പൈസ കയ്യിലിരിക്കുന്നത്. ഈ നിവേദനം കൊടുക്കാൻ എന്തുകൊണ്ട് 4 മാസം താമസം ഉണ്ടാക്കുന്നു? ഈ കേരളത്തിലെ ദുരന്തമുണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ച് 2 ആഴ്ച കൊണ്ട് ഈ നിവേദനം തയ്യാറാക്കി, 1 മാസം കൊണ്ട് നിവേദനം തയ്യാറാക്കി. അപ്പോൾ സംസ്ഥാന സർക്കാർ ശുഷ്കാന്തി കാണിച്ചു എന്ന് നമുക്ക് വിചാരിക്കാം. സംസ്ഥാന സർക്കാർ തന്നെ 4 മാസം എടുക്കുമ്പോൾ ആ ദുരന്തത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് ബോധ്യമില്ലെന്നല്ലേ എൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാമല്ലോ. കാരണം എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിനനുസരിച്ചിട്ടാണ് തുക അനുവദിക്കുന്നത്. ഒരു സ്ഥലത്തും ഈ നടപടിക്രമം പാലിക്കാതെ തുക അനുവദിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ CAGയുടെ ഒബ്ജക്ഷൻ വരും. അതാണ് ഈ കേരളത്തിലെ മന്ത്രിമാർ വന്നിട്ട് വായി തോന്നിയത് പറയുന്നത് നിങ്ങൾ അതേപടി വിശ്വസിക്കരുത്. കേരളത്തിൽ ഞാൻ ഈ പറയുന്നത് മുഴുവൻ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം 7-ാം തീയതി P. വിൽസൺ, തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ അംഗം, അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് വിതരണം ചെയ്തിട്ടുള്ള തുകയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മറുപടി കൃത്യമായിട്ടുള്ള മറുപടി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം ഒക്ടോബർ മാസം 17-ാം തീയതി കൊടുത്ത കണക്കാണ്. ഈ മന്ത്രിമാർ, കേരളത്തിലെ മന്ത്രിമാർ ഇത്രയും കാലം എന്താ അവരെന്താ പറഞ്ഞതെന്നറിയോ? എന്നോട് ചില മാധ്യമപ്രവർത്തകർ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമേ അറിയില്ലായിരുന്നു, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്കറിയില്ല. 2018 കൊടുത്തതാണ്. 2018 പ്രളയത്തിന് ശേഷം ഇത് തയ്യാറാക്കി കൊടുത്തതാ. 5 കൊല്ലം കഴിഞ്ഞിട്ട് അന്നത്തെ മന്ത്രി വേറെയായിരുന്നു, ഇപ്പോഴത്തെ മന്ത്രി ഞാനാണ്, അന്നത്തെ മന്ത്രിക്ക് അറിയായിരിക്കും, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരൊക്കെ മന്ത്രിയായിരിക്കാൻ പറ്റുമോ? ഒരു സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് മന്ത്രിയായിട്ട് ചുമതല എടുക്കുന്ന ആളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. അയാൾക്ക് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സർക്കാരിലുള്ള സംവിധാനമാണ്. അസസ്മെന്റ് PDNA കൊടുത്തിരിക്കുന്നത്. അതായത് ഈ PDN 2-ാം ഘട്ടം എന്നുള്ള നിലയിൽ PDNA കൊടുത്താലേ കേന്ദ്ര സർക്കാരിന് തുടർന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് ദുരന്ത നിവാരണ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് ഞാൻ ചോദിട്ടെ, 13-ാം തീയതി കൊടുത്തത് ഇന്ന് തീയതിയായി, ഇന്ന് തീയതി 21 ആയിട്ടുള്ളൂ. ഈ കോടതിയിൽ 13-ാം തീയതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 13-ാം തീയതി അയച്ചു എന്നാണ് അർത്ഥം. ഏതോ ചില പത്രങ്ങൾ, എൻ്റെ ഓർമ്മ 12-നോ 13-നോ 14-നോ ഒക്കെ ആയിട്ടുള്ള ചില പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നു, മുഖ്യമന്ത്രിയുടെ മുൻപാകെയാണ് ഇത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഇത് കഴിഞ്ഞ് ഡൽഹിയിലെത്തി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ തീരുമാനം, അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. ഈ മറുപടി തയ്യാറാക്കുന്നത് ചിലപ്പോൾ ഇന്നലെ ഇവനെയൊന്നും ആയിരിക്കും. അതിൻ്റെ താമസം സ്വാഭാവികമായിട്ടും 4 മാസം തയ്യാറാക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് അത് പഠിക്കാനുള്ളൊരു സാമാന്യമായിട്ടുള്ള സാവകാശം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ടിങ്കു ബിസ്വാൾ എന്തിനാണ് എഴുതിയത്? ഞങ്ങളുടെ പഞ്ചായത്തിലെ, മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലാണ് ദുരന്തം ഉണ്ടായതെന്ന്. എന്തിനാ റിയാസും സിദ്ദിഖും കൂടി വയനാട് മുഴുവൻ ദുരന്തമൊന്നുമില്ല, ആകെ 3 വാർഡേ ഉള്ളൂ എന്ന് പറയുന്നത്? അവർ പറഞ്ഞതിനല്ലേ ഞാൻ ആവർത്തിച്ചിട്ടുള്ളത്. ഞാൻ ആവർത്തിക്കുമ്പോൾ അത് നിസ്സാരവൽക്കരിക്കരുത്, അവർ പറയുമ്പോൾ അത് വസ്തുത.
അതെങ്ങനെയാവുക? ഞാൻ ദുരന്തബാധിതരൊന്നും പറയുന്നില്ല. ഇത് CPM-ന്റെ നെറേറ്റീവാണ്. ദുരന്തബാധിതരോട് എന്തെങ്കിലും ഒരു സഹതാപം ഉണ്ടായിരുന്നെങ്കിൽ കേരള ഗവൺമെൻറ് 4 മാസം വൈകിപ്പിക്കരുതായിരുന്നു. 1 മാസം കൊണ്ട് ഈ പണി തീർക്കണമായിരുന്നു. ദുരന്തബാധിതരോട് നിങ്ങൾക്കൊരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര വൈകിപ്പിച്ചത്. നിങ്ങളുടെ താല്പര്യമില്ലായ്മയല്ലേ കാണിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ? കേരള ഗവൺമെൻറ്റിൻ്റെ ശുഷ്കാന്തിയില്ലായ്മയും ദുരന്തത്തിന് ഇരയായിട്ടുള്ള ആളുകളോട് ഒരു താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവർ ഇത്തിരി താമസിപ്പിച്ചത്. ഒന്നുകിൽ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് പ്രചരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്തത്. രണ്ടിലൊന്നാണ്. ഇതിലേതാണെന്ന് പറയണം. ഒരു നാടിൻ്റെ മുഴുവൻ ദുരന്തം എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറഞ്ഞു. ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഒരു നാട് മുഴുവൻ എന്ന് കേൾക്കുന്ന ആളുകൾ വയനാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന് ധരിക്കും. അങ്ങനെ ധരിക്കാൻ പാടില്ല. മാത്രമല്ല, ഇത് ഞാൻ പറയുന്നത് അതിനു മുൻപ് പറഞ്ഞിട്ടുള്ള ആളുകളുടെ പ്രസ്താവനയാണ് ഞാൻ എടുത്ത് വീണ്ടും ഉപയോഗിച്ചത്. എനിക്ക് മുൻപാണ് പറഞ്ഞത്. ആദ്യം തന്നെ റിയാസും സിദ്ദിഖും പറഞ്ഞു. പിന്നെ ടിങ്കു ബിസ്വാൾ കത്തെഴുതി. എൻ്റെ കയ്യിൽ കത്തുണ്ട്, കോപ്പി. ടിങ്കു ബിസ്വാൾ കത്തെഴുതിയത് ഈ 3 വാർഡുകളിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അല്ല, അവരും പറഞ്ഞില്ലെന്ന്. അപ്പോൾ ഈ വയനാട് മുഴുവൻ ഒഴിച്ചു പോയി എന്ന് പറയുന്നത് തെറ്റാണെന്ന് മന്ത്രി പറയുമ്പോൾ അത് പറയുന്നത് തെറ്റല്ല, ഞാൻ പറയുമ്പോൾ തെറ്റാണെന്നാ? ഇത് ഈ പഴയൊരു ചൊല്ലിട്ടല്ല, എന്താ ഞാൻ ഇട്ടാ ബർമുഡ നിങ്ങൾ ഇട്ടാ വള്ളിക്കളസെന്ന്. അതുപോലെയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ബർമുഡ, നിങ്ങൾ ഇട്ടാ അല്ല അത് വള്ളിക്കളസം ഇട്ടിരിക്കുന്നു. സംഘടനപരമായി ഇന്ന് ഇത് BJP-യുടെ 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പുനഃസംഘടന. ആ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം 21-നോ 22-നോ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ബൂത്ത് തലത്തിലുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ സംബന്ധിച്ചിട്ടുള്ള യോഗമാണ് കഴിഞ്ഞ മാസം നടന്നത്. ബൂത്തിന് മുകളിൽ നിയോജക മണ്ഡലം തൊട്ട് മുകളിലോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇന്ന് യോഗം കഴിഞ്ഞല്ലേ അറിയും. യോഗത്തിൻ്റെ അജണ്ട ഞാനല്ലല്ലോ, ഞാനവിടെ പങ്കെടുക്കാൻ പോകുന്നതാണ്. അത് ദേശീയ അധ്യക്ഷൻ. അപ്പോൾ അന്ന് എന്തായിരുന്നു അവർ രാജിവെക്കണം എന്ന് പറയാൻ കാരണം? യെച്ചൂരിയാണ് അന്ന് വാശി പിടിച്ചതെന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. യെച്ചൂരി ഇല്ലാത്തത് കൊണ്ട് CPM-ന്റെ നയം മാറിയെന്നാണ്. എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അധികാരം മാത്രമേ താല്പര്യമുള്ളൂ, യെച്ചൂരിക്ക് മാത്രമേ ധാർമ്മികത ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. യെച്ചൂരിയുടെ മരണത്തോടുകൂടി CPM-ന്റെ ധാർമ്മികത അവസാനിച്ചു. ധാർമ്മികതയാണല്ലോ അന്ന് പറഞ്ഞത്. ഒരു മന്ത്രി, ഭരണഘടനയെ അവഹേളിക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രി ഭരണത്തിൽ തുടരാൻ എന്നത് ശരിയല്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിട്ടാണ് അന്ന് രാജിവെച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു പോലീസിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിപ്പിച്ചത്. ആ പോലീസിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച റിപ്പോർട്ട്, ഈ റിപ്പോർട്ടുകൾ പോലീസിനെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് കോടതി പറഞ്ഞ. അതിനപ്പുറം കേരള പോലീസിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, ഇതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് വേറെ കിട്ടാനില്ലല്ലോ. കേരളത്തിലെ പോലീസ് CPM നേതൃത്വം പറയുന്നതിനനുസരിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ആളുകളാണെന്നല്ലേ എൻ്റെ അർത്ഥം. ഈ ഒരു കുറ്റാന്വേഷണത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക മന്ത്രിമാർക്ക് ആവശ്യമുള്ള രീതിയിൽ. അതുകൊണ്ടാണല്ലോ ക്രൈംബ്രാഞ്ച്. പക്ഷേ ഞാനതുകൊണ്ടാണ് പറയുന്നത്, ക്രൈംബ്രാഞ്ചും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരാൾ ഏട്ടനാണ്, മറ്റേ അനിയനാണെന്നേ ഉള്ളൂ. അപ്പോൾ ആ ക്രൈംബ്രാഞ്ചും ഇത് തന്നെ കാണിക്കാതിരിക്കാൻ കോടതി പ്രത്യേകം മുൻകരുതലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മഹാരാഷ്ട്രയുടെ മുഴുവൻ ചുമതലയല്ല, മഹാരാഷ്ട്രയിൽ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് മഹാരാഷ്ട്രയിലെ ചില ഭാഗങ്ങളുടെ ചുമതലയുണ്ടായിരുന്നു, ചില പ്രത്യേക പ്രവർത്തനങ്ങളുടെ ചുമതലയുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ BJP, ശിവസേന, NCP സഖ്യം ഭരണത്തിൽ വീണ്ടും ഭൂരിപക്ഷം നേടി തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വില. കേരളത്തിലേക്ക് വരുമ്പം പാലക്കാട് തീർച്ചയായിട്ടും വിജയസാധ്യതയുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചേലക്കരയിൽ വലിയ അത്ഭുതം സംഭവിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിലും വയനാട്ടിലും BJP നടത്തുന്ന മുന്നേറ്റം, ആ മുന്നേറ്റം ഇതിനു മുൻപുള്ള എല്ലാ കാലത്തേക്കാളും വളരെ ഗംഭീരമായിട്ടുള്ളതായിരിക്കും.
എന്ത് ഫാക്ടർ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഗുണം ചെയ്യും, അത് ഗുണം ചെയ്തു എന്നാണ് ഞങ്ങളുടെ അനുഭവം. ആരെ ബാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. BJPയുടെ വോട്ടുകൾ വർദ്ധിക്കാൻ പല ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘടകങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. എങ്ങനെ ഇതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഫാക്ടർ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്തോ മോശമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്താ അറിയോ, നിങ്ങൾ ഈ 20 മിനിറ്റ് സംസാരിക്കുന്നതിൽ ഒരു വാക്കെടുത്തിട്ട് അത് പ്രധാന വാർത്തയാക്കരുത്. നിങ്ങൾ സ്ഥിരം പണ്ടൊക്കെ ഈ മറ്റേ എന്താ ഈ പിന്നെ തമാശ പരിപാടിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പോൾ അത് മെയിൻ ന്യൂസിലടക്കമാണ് ഉപയോഗിക്കുന്നത്.